ഡോക്ടർ സെൻകുമാർ, നോക്കൂ, തെളിവുകൾ അക്കമിട്ട് നിരത്തിയിട്ടും ഈ പാസ്റ്റർക്കെതിരെ ഇതുവരെയായിട്ടും കേസ് എടുത്തിട്ടില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര അവരെ ഭീഷണിപ്പെടുത്തി, അവരെ കൊല്ലും എന്നാണ് ഭീഷണിപ്പെടുത്തിയത്. നേരത്തെ അരുൺ മോഹൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ആ വണ്ടി നമ്പർ അടക്കം പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ FIR ഇട്ടിട്ടില്ല. ഹിന്ദു ഐക്യവേദി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയദേവ് ഭദ്രകാളിയെ അപമാനിച്ചതിന്, അധിക്ഷേപിച്ചതിന്, അവഹേളിച്ചതിന് പരാതി കൊടുത്തും കേസെടുത്തില്ല. പറയുന്നത് കൃത്യമായിട്ടുണ്ട്, രേഖയുണ്ട്. അതുപോലെ ഈ പാസ്റ്ററുടെ മുൻ ജീവനക്കാരി ഇടുക്കിയിൽ ഉള്ള ഒരു സ്ത്രീ, അവർക്കെതിരെ വധഭീഷണി, അതിൻ്റെയും തെളിവുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത അതായത് ചർച്ച കണ്ട് ഇങ്ങോട്ട് പ്രതികരിച്ച ഒരു രേഖാസ്നേഹപ്പച്ച പൊതുപ്രവർത്തക, അവരെ ഭീഷണിപ്പെടുത്തി ഫേസ്ബുക്കിൽ മാപ്പിടിവിച്ചു. മാപ്പ് എന്ന് അവർക്ക് പറയേണ്ടി വന്നു. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇതെല്ലാം മാത്രമല്ല, അതിന് ഒക്കെ ഉപരിയായിട്ട് പരസ്യമായിട്ട് മതപരിവർത്തനം നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദുവിനെയാണ് അദ്ദേഹം പരിവർത്തനം നടത്തിയത്. ഇന്ന് ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, ജനൻ ടി വിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. ഇതൊരു മുസ്ലിം യുവാവാണ്, അയാളെ ഇതാ ഞാൻ ജ്ഞാനസ്നാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് തന്നെയാണ് വീഡിയോ ഇട്ടത്. എന്നിട്ടും സെൻകുമാർ സാർ, ഈ കേരള പോലീസിന് ഒന്നും തോന്നുന്നില്ലെങ്കിൽ, FIR ഇടാൻ മാത്രം ഒന്നുമില്ല എന്ന് തോന്നുന്നെങ്കിൽ അത്രമാത്രം പിടിയായിരിക്കില്ലേ ഈ കള്ള പാസ്റ്റർക്കുള്ളത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ പോലീസ് വളരെ പാർഷ്യലാണ്, അതിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ 10 വർഷം ഉണ്ടായതിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇപ്പോഴും വന്നിട്ടില്ല. അവർ എല്ലാം അവരുടെ പൊളിറ്റിക്കൽ മേധാവിമാരുടെ ആയുധങ്ങളായിട്ട് മാത്രം നടക്കുകയാണ്. അത് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല. അത് പക്ഷേ നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഡെസ്പാവാതെ, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന കാര്യത്തിൽ ഡെസ്പാകാതെ, ഒരു ഭാഗത്ത് ഇത്തരം കാര്യങ്ങൾ എല്ലാ സമൂഹത്തിനെയും പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതായത് കേരളത്തിൽ നടക്കുന്നത് ഇത്തരം ഇരട്ടത്താപ്പുകളാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് ജനൻ TV പോലുള്ള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുക. രണ്ടാമത്, ഇതിന് ജുഡീഷ്യറിയിൽ കേസ് കൊടുക്കുക. ഇപ്പോൾ പോലീസ് സ്റ്റേഷനും SP-യും ഒന്നും കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അടുത്ത നടപടി എടുക്കേണ്ടത് അത് കോടതിയാണ്. അങ്ങനെ കോടതിയിൽ പോയി കേസ് കൊടുത്ത് അതിന് നടപടികൾ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ പോയാൽ മാത്രമേ സാമൂഹികമായിട്ടൊരു മാറ്റം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഇവരുടെ കയ്യിലുള്ള പണം, ഇവരുടെ കയ്യിൽ ഒരുമിച്ച് കിട്ടുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന വോട്ട്, ഈ 2 കാര്യമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ രാഷ്ട്രീയക്കാരെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് തുറന്നു പറയാം. എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് വെച്ചാൽ, അവരുടെ കയ്യിൽ നിന്നുള്ള പണം, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു എന്നും പറയുന്ന വോട്ട്. അപ്പോൾ ഇതിന് കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹങ്ങളിൽ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ അത്രയധികം പേരുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിറ്റുവേഷൻ മാറും. അതാണ് ഞാൻ ആദ്യമേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ബംഗാൾ ഒരു എക്സാമ്പിളാണ്. ആ എക്സാമ്പിൾ നമ്മൾ കണ്ട് പഠിക്കണം. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇവിടെ ഉണ്ടാകുന്ന ഭീതിതമായ അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് അവബോധം നടത്തി, ആ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വളരെ തെറ്റായ രീതിയിലാണ് ഭരണകൂടം പ്രവർത്തിക്കുന്നത്. അത് ഒരു സമൂഹത്തിന്, ഹൈന്ദവ സമൂഹത്തിന് എതിരാണ്. അത് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ പോയാൽ ശരിയാകില്ല. അതുകൊണ്ട് ഇത് തടയണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ആ ഒരുമിച്ച് നിൽക്കുന്നത് ബംഗാളിലൊക്കെ എക്സാമ്പിളായിട്ട് കാണിച്ച് അതുപോലെ ആൾക്കാരെ ഉണർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, നിയമപരമായിട്ട് ഇത്തരം ഇരട്ടത്താപ്പുകൾ നമ്മൾ മജിസ്ട്രേറ്റ് കോടതികളിലും ഹൈക്കോടതികളിലുമെല്ലാം കൃത്യമായിട്ട് എടുത്ത് കാണിക്കണം. ഇപ്പോൾ ശ്രീ RV ബാബു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിനുവിൻ്റെ കേസ്, പാസ്റ്റർ ബിനുവിൻ്റെ കേസ്
ആ കേസുകൾ കൊടുത്തിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്ന കാര്യം ചൂണ്ടിക്കാണിക്കണം. എന്തുകൊണ്ടാണ് പോലീസ് രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നത്? പോലീസിന് അതുപോലെ വളരെയധികം ഉസ്താദുമാർ എന്തൊക്കെ പറയുന്നു, അപ്പോൾ അവരുടെ പേരിലൊന്നും കേസെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെക്കണം. ഇനി അടുത്തതും ഒരു ഉപദേശമാണ്. നോക്കൂ, ഈ ഡാറ്റയൊക്കെ പോലീസിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ ഇപ്പോൾ ജനം ടി വിയിലായാലും അതുപോലെ ഹിന്ദു ഐക്യവേദി ആയാലും അതിനൊരു ഓഫീസ് സ്ട്രക്ചർ ഉണ്ടായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ അതാത് ദിവസത്തെ പേപ്പർ കട്ടിങ് എടുത്തു വയ്ക്കുക. ഓരോ ദിവസവും മനോരമയിലും മാതൃഭൂമിയിലും അതുപോലെ കേരള കൗമുദിയിലും ഒക്കെ വരുന്ന വാർത്തകളുടെ കട്ടിങ് എടുത്തു വയ്ക്കുക. ആ പേപ്പറിലെല്ലാം ഉണ്ടാകും പ്രതികളുടെ പേര്. അങ്ങനെ ഒരു വർഷത്തെ പേരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പോലീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇത് പോലീസിൽ കൊടുത്ത് കിട്ടണമെന്ന് നമ്മൾ ഞാൻ പറയും. നിങ്ങൾക്ക് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. നമ്മൾ ഈ യുദ്ധം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു ഭരണകൂടത്തിനും ആ ഭരണകൂടത്തിന് താഴെ നിൽക്കുന്ന എല്ലാം നിയമത്തിനോടും ഭരണഘടനയോടും കൂറില്ലാതെ ആ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് മാത്രം വഴങ്ങി നിൽക്കുന്ന ഒരു പോലീസ് വിഭാഗത്തിനെയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യേണ്ടത് കഴിഞ്ഞ 1-2 വർഷത്തെ പേപ്പർ കട്ടിങ് മാത്രം എടുത്താൽ മതി. എല്ലാ ദിവസത്തെയും പേപ്പർ കട്ടിങ് എടുത്തിട്ട് ആ പേപ്പർ കട്ടിങ്ങിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദിവസങ്ങളിൽ അതിൽ ആരൊക്കെയാണ് പ്രതികളുണ്ടായിരുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഐഡൻറ്റിഫിക്കേഷൻ വെച്ചിട്ട് ഇത്ര നമ്പർ കൊടുത്താൽ നേരത്തെ പറഞ്ഞ പെർസെൻറ്റേജ് എല്ലാം തെറ്റാണെന്ന് കാണാം, പഴയ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതൊരു തലം. അപ്പോൾ ഇത് ജനങ്ങൾ അറിയണം. ഈ ഹൈന്ദവ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്നൊന്നും പാഠം പഠിക്കില്ല. ഇപ്പോൾ നോക്കൂ, വെസ്റ്റ് ബംഗാളിൽ 34 വർഷത്തോളം LDF ഭരിച്ച് നശിപ്പിച്ചു. 15 വർഷം അതിനുശേഷം TMC ഭരിച്ച് രാഷ്ട്രം തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലെത്തിച്ചു. എന്നിട്ടും അവർ ഇപ്പോഴാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം 50-49 വർഷത്തോളം അവർ വൈകിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ആ ജനതയെ അവർക്ക് ഊർജം നൽകാനായിട്ട് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഭരണകൂടം നടപ്പാക്കുന്നത് കൃത്യമായിട്ട് കൊടുക്കണം. അതോടൊപ്പം നമ്മൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഉപയോഗിക്കുന്നത് ഈ സമൂഹത്തിലുള്ള ജാതീയതയെ അടിസ്ഥാനപ്പെടുത്തി അതിൽ വിഘടിത പ്രവർത്തനങ്ങൾ നടത്തിച്ച് അങ്ങനെ ഒരു ഐക്യമില്ലാതെ കൊണ്ടുപോകുക എന്നുള്ള ശ്രമം കൂടിയുണ്ട്. അപ്പോൾ അതിനെതിരെയും പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു പോയിന്റിൽ വ്യൂ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. ആ മൾട്ടി പോയിന്റിൽ വ്യൂ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഒരു ഭരണഘടനാ സ്ഥാപിതമായിട്ടുള്ള നിയമം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം തികച്ചും ഏകപക്ഷീയമായി ഒരു കൂട്ടർക്കെതിരെ കേസെടുക്കുന്നു, മറ്റു കൂട്ടർക്കെതിരെ കേസെടുക്കുന്നുമില്ല, അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നില്ല. പക്ഷേ അതിലും ചെറിയ അല്ലെങ്കിൽ ഇല്ലാത്ത കുറ്റത്തിന് ചിലർക്കെതിരെ കേസെടുക്കുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കണം. രണ്ടാമത്, ഇവിടെയുള്ള ജുഡീഷ്യൽ സംവിധാനം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഈ ഭരണകൂടങ്ങൾക്ക് അതീതമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കണം. നോക്കൂ, ഇതെല്ലാം അവസരങ്ങളായിട്ട് ഉപയോഗിക്കണം. ഇതെല്ലാം നമ്മൾക്ക് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നതെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുന്നേറ്റത്തിനുള്ള ചവിട്ടുപടിയായിട്ട് കണ്ട് അത് ജനങ്ങളെ മനസ്സിലാക്കിക്കണം. ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുക, നിങ്ങൾ ഇനിയിപ്പോൾ എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ ഇനി ഈ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്? എത്ര സ്റ്റേറ്റ് ഉണ്ട്? അപ്പോൾ ആ കുറഞ്ഞ സ്റ്റേറ്റുകളിൽ ഇവർക്ക് ഇത്രയും അഹങ്കാരം വരണമെങ്കിൽ അത് പല കാര്യങ്ങളിലും, അതായത് നിയമത്തിന് അതീതമായിട്ട് ഇത്തരം രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള അഹങ്കാരം വരണമെങ്കിൽ അത് അവർ വിചാരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോക്കൂ, ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രതികരണങ്ങളാണ്. നിങ്ങളിത് ഐസൊലേറ്റഡ് ആയിട്ട് കാണരുത്. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണത്തിനെതിരെ നടക്കുന്ന സംഭവങ്ങളും അതിനെതിരെ LDF ഒരു ഭാഗത്തും UDF ഒരു ഭാഗത്തും നടത്തുന്ന സമ്മർദ്ദങ്ങളും ആ ഭരണത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കണം. അതുകൊണ്ട് ഇപ്പോൾ 3 MLA-മാരുണ്ട്. അവർക്ക് ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. അതായത് കഴിഞ്ഞ 10 വർഷം ഇവിടെയുണ്ടായ
നാർക്കോട്ടിക്സ് കേസുകളുടെ FIRൻ്റെ കോപ്പി ചോദിക്കുക. ആ FIRൻ്റെ കോപ്പിയിലുണ്ടാവും മിക്കവാറും എല്ലാം പ്രതികളുടെ പേരും. അത് തരില്ല എന്ന് പറയാൻ പറ്റുമോ? നാർക്കോട്ടിക് കേസുകളുടെ FIRൻ്റെ കോപ്പി അതല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് തയ്യാറാക്കേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഓപ്പൺ അവൈലബിൾ ആണ് ഇപ്പോഴും. പക്ഷേ അതിലും നല്ലത് നിയമസഭാ അംഗങ്ങൾക്ക് ഇത് നിയമസഭയിൽ തന്നെ ചോദിക്കാവുന്നതുള്ളൂ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള നാർക്കോട്ടിക് കേസുകളുടെ ലിസ്റ്റ് അത് ഏതൊക്കെയാണ്, അതിൽ പ്രതികളായവരുടെ പേര് ഏതൊക്കെയാണ്, ആരൊക്കെയാണ് പ്രതികളായത്? ഇതൊരു ചോദ്യം ചോദിച്ചാൽ അത് നിഷേധിക്കാൻ സാധിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതി നിഷേധമാണ് ഇവിടെ നടക്കുന്നതെന്ന് പൊതുവെ ജനങ്ങളെ അറിയിക്കാനുള്ളൊരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു, എനിക്കെതിരെ നീതി നിഷേധം നടന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് എടുത്ത് ചാടിയത്. അല്ലെങ്കിൽ ഞാനും ഒരുപക്ഷെ മറ്റ് പല DGPമാരെ പോലെ ഇതെല്ലാം അറിഞ്ഞാലും ഈ രാഷ്ട്രത്തിന് എതിരെ വരുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്, ഇത് അവസാനം എവിടെ ചെന്ന് എത്തുമെന്ന് അറിഞ്ഞാലും ഒന്നും മിണ്ടാതിരിക്കുന്ന പോലെ ഞാൻ മിണ്ടാതിരുന്നാണ്. കാരണം എനിക്ക് ഏതെങ്കിലും പോസ്റ്റോ എനിക്ക് ഏതെങ്കിലും സൗകര്യങ്ങളോ ലഭിക്കും എന്നുള്ള കാര്യം കൊണ്ട്. പക്ഷേ അത് എനിക്കെതിരെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാകുന്നത് ശരിയല്ല. നമ്മൾ രാഷ്ട്രത്തിൻ്റെ ഒപ്പം നിൽക്കണം. നമ്മുടെ രാഷ്ട്രത്തിന് ഇത്രയധികം അപകടങ്ങളുണ്ട്, അതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തോന്നി മുന്നിട്ടിറങ്ങിയതാണ്. അതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ നിരവധി കേസുകളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എനിക്കെതിരെ ശബരിമല ഹർത്താൽ കൊടുത്തതിനെതിരെ അതിൻ്റെ ഡാറ്റ ചോദിച്ചിട്ട് ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്ക് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, 600 ചില പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉള്ള റിപ്പോർട്ട്സ് ഞാനിരുന്ന് ശരിയാക്കണമെന്ന്. മനസ്സിലായോ? അത് FIRൽ പ്രതിയൊന്നും അല്ലാതിരുന്ന എന്നെയും ഡോക്ടർ KS രാധാകൃഷ്ണനെയും ഇതുപോലെ PSU ഡയറക്ഷൻ പ്രകാരം പ്രതിയാക്കിയതാണ്. പിന്നീട് അവർക്ക് മനസ്സിലായി അത് തെറ്റാണ്. കാരണം ഞാൻ ആ ഓഫീസറോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ ഡാമേജിന് കേസ് കൊടുക്കേണ്ടി വരും, അത് ഇനിയും കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ 10-15 കേസുകൾ നമ്മൾ ഹൈക്കോടതി പോയി കോഷ് ചെയ്തു. കാരണം നമ്മൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തില്ല, ഹർത്താലിൽ പങ്കെടുത്തില്ല. പക്ഷേ എന്നിട്ടും എന്തൊക്കെയാണ് പറയുന്നത്? 307 കേസ് അതുപോലുള്ള കേസുകളൊക്കെയാണ് എനിക്കെതിരെയും ഡോക്ടർ KS രാധാകൃഷ്ണനെതിരെയൊക്കെ കേരളത്തിൽ 283 കേസുകൾ ചാർജ് ചെയ്ത് കൊടുത്തത്. അത് കുറേ വിഡ്രോ ചെയ്തു. അപ്പം അതിൽ നിന്ന് വിഡ്രോ ചെയ്യാത്തത് എത്രയുണ്ട്, വിഡ്രോ ചെയ്തിട്ടും കോടതിയിൽ നിന്ന് വിഡ്രോ ചെയ്യാത്തത് എത്രയുണ്ട്, ഇതൊന്നും ചോദിച്ചാൽ നമുക്ക് ഡാറ്റ കിട്ടുന്നില്ല. പക്ഷേ അപ്പം നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന നടപടികൾ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലീസ് സംവിധാനം അതിപ്പോൾ അവരുടെ പഴയ DGP ആയാലും അല്ലെങ്കിലും അത് വർക്ക് ചെയ്യുന്നത് തികച്ചും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. നീതിക്കോ നിയമത്തിനോ രാഷ്ട്ര സുരക്ഷയ്ക്കോ അല്ല പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അവർ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ എടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എടുത്ത് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. നോക്കുക, ഇതാണ് ഇവിടുത്തെ ഭരണകൂടം ചെയ്യുന്നത്. ഇവിടെ നീതി എന്നുള്ളൊരു സാധനം കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക്, അടുത്ത തലമുറയ്ക്ക് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഈ സിസ്റ്റം മാറിയേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ നോക്കുക, ആരുമില്ലാതിടത്ത് നിന്ന് 3 MLAമാർ ഒരു കോർപ്പറേഷനുമായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ 3 30 അതിൽ നിന്ന് വർദ്ധിപ്പിക്കാനും സാധിക്കണമെങ്കിൽ ഇത് ജനങ്ങളിൽ കൃത്യമായിട്ടുള്ള അറിവ് പകരണം. ഇതാണ് നടക്കുന്നത്. ഇത് അധികം നാൾ ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ മൂക്കിനൊപ്പം വെള്ളത്തിലാണ്, ഇനി അത് മുങ്ങിപ്പോകും എന്നുള്ള കാര്യം പുറത്ത് പ്രചരിപ്പിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.